കണ്ടീഷൻ ഈസ് സെയിം. ഞാൻ തിരുവനന്തപുരത്ത് ഡോക്ടർ കൃഷ്ണനാരെ വിളിച്ചും സംസാരിക്കട്ടെ. ശരി. ഈ സ്റ്റേജില് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആയിരിക്കും. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന കാര്യം എന്താ പറഞ്ഞത്? അതുകൊണ്ട് കാര്യമില്ല, വെറുതെ വല്യമ്മയിട്ട് കഷ്ടപ്പെടുത്താന്നല്ലാതെ. വല്യമ്മയ്ക്ക് വേഗം മാറിക്കിട്ടണേന്നാണ് പ്രാർത്ഥന. അടുത്ത കൊല്ലം വല്യമ്മയുടെ കൂടെ ഞാൻ ശയനപ്രദക്ഷിണം നടത്താമെന്ന് നേർന്നിട്ടുണ്ട്. വയ്യാണ്ടായല്ലോ ഗൗരി. എണീക്കാനും നടക്കാനും തീരെ പാടില്ലെന്നാ പറഞ്ഞത്. എവിടെയോ മറ്റേ കൊരങ്ങൻ? താനിപ്പോ കോളേജിലൊക്കെ ഒരാളായിട്ടല്ലേ? ചോദിച്ചവർക്കൊക്കെ അറിയാം. ഒരു കുട്ടി ഇങ്ങോട്ട് വഴിയും കാണിച്ചു. ആ, അച്ഛൻ കറക്റ്റായിട്ട് ജ്യോതിഷത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ മരിച്ചു. അതിശയം. അമ്മാൻ വന്ന പറഞ്ഞു. ഇപ്പൊ ഒരാലോചന, ആത്മീയത്തിലേക്ക് തിരിഞ്ഞാലോന്ന്. കാശി, ഗയ, ഹരിദ്വാരം ഒക്കെ ഒന്ന് പോയാലോ? നല്ലതാ. ആ, തനിച്ചു വയ്യ, താനും കൂടെ വരണം. എനിക്ക് കോളേജുണ്ട്, ഇവിടെയും ചില ജോലികളുണ്ട്. ഹായ്, വീടൊക്കെ കേമാണല്ലോ. താനും ഒന്ന് തെളിഞ്ഞിരിക്കണു. ആ, വക്കീൽ വന്നു. ആ, വരട്ടെ എന്ന്. അപ്പൊ താൻ ദേശാന്തരത്തിലില്ല. എനിക്ക് ജോലി ഉണ്ടാവും. പോട്ടെ തിരുമേനി. എടോ, ഒരു വര കളിച്ചിട്ട് പോവാന്ന്. എനിക്ക് തിരക്കൊന്നുമില്ല. എനിക്ക് തിരക്കുണ്ട്. തീർത്ഥയാത്ര കഴിഞ്ഞ് കാണാൻ തിരുമേനി. ലക്ഷ്മിയോളം ചന്തമുള്ളവർ ആരുമില്ല. ഏ, എന്താ ഇത്ര സന്തോഷം? പറയില്ല. എന്താ? പണിയുണ്ട്.
നിൽക്കൂ, ഞാനിപ്പോ വരാം. ഒരു വിശേഷം പറയാനുണ്ട്. ഇന്നെന്റെ പിറന്നാളായിരുന്നു എന്നൊരു വിശേഷം. വൈകുന്നേരം കലണ്ടർ നോക്കിയപ്പോഴാ കണ്ടത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു നെയ്പായസം കഴിപ്പിക്കായിരുന്നു. അയ്യോ, ജോലിക്കാരന്റെ പിറന്നാള് ആരും ആഘോഷിക്കില്ല. ഇവിടെ പഠിക്കാൻ സൗകര്യവും ആഹാരവും കിട്ടുന്ന തന്നെ വലിയ ഭാഗ്യമേ വിചാരിച്ചിട്ടുള്ളൂ. പഠിച്ച് വലിയ ആളാവുമ്പോ സാധുക്കളെ മറക്കും. അപ്പൊ എന്ത് ഗൗരി, ഏത് ഗൗരി അല്ലേ? ഇത്രത്തോളം എത്തിയത് നിന്റെ സഹായം കൊണ്ടാ. അല്ലെങ്കിൽ കാരണവരുടെ ചവിട്ടും ആട്ടും വാങ്ങി അവിടെ കിടക്കായിരിക്കും ഇപ്പോഴും ഞാൻ. ഓ, എന്ത് സഹായം? നീയാണ് കാരണം. ചിലപ്പോ തോന്നിയിട്ടുണ്ട് അമ്പല നടക്കിൽ വെച്ച് ഈശ്വരൻ കാണിച്ചു തന്നാവും നിന്നെ എനിക്ക്. കളി പറയരുത്. കളിയല്ല, സത്യം. ശരിക്കും എന്നെ ഇഷ്ടമാണോ? ഇഷ്ടം. ഈ നടക്ക് നേരെ നിന്ന് കളവ് പറഞ്ഞാൽ? കളവല്ല, ഇഷ്ടം. ഇനിയും എന്താ സംശയം? ഈ ഭഗവതിയാണ് സത്യം. ഇനി എന്നും എന്റെയാണ്, എന്റെ മാത്രമാണ് അല്ലേ? കേട്ടില്ലേ, ഞാൻ മാലയിട്ടത് ഭഗവതി സമ്മതിച്ചിരിക്കണു.